ഹലോ ഫ്രണ്ട്സ്, അമ്മണിക്കുട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കർണാടകയിലെ സോമനാഥപുരം ചെന്നകേശവ ക്ഷേത്രത്തിലാണുള്ളത്. പണ്ട് നമ്മളെല്ലാവരും സാമൂഹ്യ പാഠം പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. സോമനാഥപുരം ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. മൈസൂർ നഗരത്തിൽ നിന്ന് 38 കിലോമീറ്റർ കിഴക്ക് കാവേരി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അധികം ആളും അനക്കമൊന്നുമില്ലാത്തൊരു ഗ്രാമപ്രദേശത്താണ് ഈ ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് സോമനാഥപുരം ക്ഷേത്രം കാണാനായി പോകേണ്ടത്. പോകുന്നതിന് മുന്നേ ഒരു ചായ എന്നല്ലേ, ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ സോമനാഥപുരം ടെമ്പിൾ കാണാനായി അകത്തേക്ക് കടന്നിരിക്കുകയാണ്. ക്ഷേത്ര മതിലും അതിൻ്റെ മുന്നിൽ ഒരു ഒറ്റക്കൽ സ്തംഭവും നമുക്ക് ദൂരെ നിന്നേ കാണാൻ സാധിക്കും. ഒരു കാലത്ത് ഈ സ്തംഭത്തിന് മുകളിലായി ഒരു ഗരുഡൻ്റെ പ്രതിമ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഗേറ്റിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഇടതുവശത്ത് ലംബമായി നിൽക്കുന്ന കന്നഡ ലിഖിത കല്ലുകളുണ്ട്. ഈ കല്ലുകൾക്ക് വീരകല്ലുകളുടെ രൂപമാണ്. ലിഖിതം പഴയ കന്നഡയിലാണ്. പ്രവേശന മണ്ഡപത്തിനുള്ളിൽ സോപ്പ് സ്റ്റോണിൽ കടഞ്ഞെടുത്ത വലിയ ധാരാളം തൂണുകൾ നമുക്ക് കാണാം. പച്ചയും ചാരയും നിറത്തിലുള്ള സോപ്പ് സ്റ്റോൺ കല്ലുകൾ ആദ്യം മൃദുവാണെങ്കിലും പിന്നീട് അത് വായുവുമായി പ്രവർത്തിച്ച് കഠിനമായി മാറും. ഈ കല്ലുകൾ തന്നെയാണ് ക്ഷേത്ര നിർമ്മാണത്തിനും ഉപയോഗിച്ചിരിക്കുന്നത്. ഹൊയ്സാല വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് ഇരുവശത്തും രണ്ട് ചെറിയ ശ്രീകോവിലുകൾ കാണും. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്നല്ല. പണ്ട് വിഗ്രഹമുണ്ടായിരുന്ന അതിനുള്ളിലേക്ക് ഞാൻ കയറിയിരുന്നു. തെറ്റായിപ്പോയി. ചുമരിലെ കൊത്തുപണികളാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ പുറം ഭിത്തികൾ, അകത്തെ ഭിത്തികൾ, തൂണുകൾ, മേൽക്കൂര എന്നിവ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളാൽ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു. ക്ഷേത്ര ചുവരിൻ്റെ അടിഭാഗത്ത് ആന, കുതിര, സിംഹം, ഒട്ടകം, മയിൽ, വള്ളിപ്പടർപ്പുകൾ, പൂക്കൾ എന്നിവയുടെ ചിത്രം കൊത്തിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. കൂടാതെ രാമായണം, മഹാഭാരതം, ഭാഗവത പുരാണം എന്നിവയുടെ കഥകൾ ക്ഷേത്രഭിത്തിയുടെ ചുറ്റുപാടുകളിലും കൊത്തിവെച്ചിരിക്കുന്നു. ഹൊയ്സാല ക്ഷേത്രശൈലിയിലെ വികസനത്തിൻ്റെ പാരമ്യത്തെയാണ് ചെന്നകേശവ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നത്. ആനയെ വരെ കീഴ്പ്പെടുത്തിയിരുന്ന സിംഹത്തിൻ്റെ ചിത്രവും കാണാം. ഒരു യോഗിയുടെയോ ബുദ്ധമത സന്യാസിയുടെയോ ചിത്രമാണിത്. 13-ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാവായ നരസിംഹം മൂന്നാമൻ്റെ മന്ത്രിയായ സോമനാഥനാണ് ഈ സോമനാഥപുരം പട്ടണം സ്ഥാപിച്ചത്. കൂടാതെ ഈ ക്ഷേത്രവും സോമനാഥൻ പണി കഴിപ്പിച്ചതാണെന്ന് കരുതുന്നു. കൊല്ലവർഷം 1258 ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത്. സോമനാഥൻ മന്ത്രി സോമനാഥപുരത്ത് ഒരു പഞ്ചലിംഗ ക്ഷേത്രവും സ്ഥാപിച്ചിരുന്നു. എന്നാൽ സുൽത്താൻമാരുടെ ആക്രമണങ്ങൾ കാരണം ആ പഞ്ചലിംഗ ക്ഷേത്രം ഇല്ലാതാവുകയും ചെയ്തു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാൻഡ് മേളത്തിൻ്റെയും വരാൻ പോണ യുദ്ധങ്ങൾക്കുള്ള തയ്യാറെടുപ്പും ദേവീദേവന്മാരുടെ ആഘോഷങ്ങളും കാണാം. ഈ തെക്ക് ഭാഗം ഭിത്തിയിൽ രാമായണ കഥകളാണ് കാണുന്നത്. ദശരഥനും കുട്ടികളുമായുള്ള ചിത്രം കൊത്തിവെച്ചിരിക്കുന്നതും രാമനും സഹോദരന്മാരും ജനിക്കുന്ന ചിത്രം കൊത്തിവെച്ചിരിക്കുന്നതും തൊട്ടിലിൽ ആടി ഉലയുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രവും രാമനും സഹോദരന്മാരുടെയും കുട്ടിക്കാലത്തെ ചിത്രവും സ്കൂൾ ജീവിതവും ആയോധന പഠനങ്ങളും ഋഷിമാരുമായി സംസാരിക്കുന്നതുമെല്ലാം ഈ ഭിത്തിയിൽ കൊത്തിവെച്ചിരിക്കുന്നു. ചുമരിന്റെ താഴെഭാഗത്താണ് ഇതെല്ലാം കാണപ്പെടുന്നത്. ഇതൊക്കെ എങ്ങനെ കുത്തി ഉണ്ടാക്കി കാണും? പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ചെണ്ട പോലുള്ള വാദ്യോപകരണങ്ങളുടെ ചിത്രവും കൊത്തിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ക്ഷേത്രത്തിനുള്ളിലേക്ക് കാറ്റും വെളിച്ചവും കടക്കാനുള്ള ദ്വാരങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ക്ഷേത്ര മേൽക്കൂരയിലെ ചിത്രങ്ങൾ പകർത്തുന്നതിന് എനിക്ക് സാധിച്ചില്ല. ചുവരിലെ കൊത്തുപണികൾ കണ്ട് അത്ഭുതപ്പെട്ട ഞങ്ങൾ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കടന്നു. 3 ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ ഉള്ളത്. ധാരാളം തൂണുകളുള്ള ഒരു മണ്ഡപത്തിനകത്തേക്കാണ് നമ്മൾ നേരെ ചെന്ന് കയറുന്നത്. കേശവൻ്റെയും ജനാർദ്ദനൻ്റെയും വേണുഗോപാലൻ്റെയും 3 ശ്രീകോവിലുകളാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉള്ളത്. തൂണുകളും മേൽക്കൂരകളും മണ്ഡപത്തിൻ്റെ സങ്കീർണമായ കൊത്തുപണികളുള്ള അനന്തമായ കെട്ട് സീലിംഗും നമുക്ക് കാണാം. കിഴക്കേ കവാടത്തിനുള്ളിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. 9 ചതുരങ്ങളുള്ള നവരംഗത്തോടു കൂടിയാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
സന്ദർശകരായ ഭക്തർക്ക് ഇരിക്കാൻ 3 അങ്കണങ്ങളും ജഗലി പ്ലാറ്റ്ഫോമുകളും ചതുരാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. ചുവരിൽ സുഷിരങ്ങളുള്ള സ്ക്രീനുകൾ സംയോജിപ്പിച്ചാണ് വാസ്തുശില്പികൾ വെളിച്ചം കൊണ്ടുവന്നിരുന്നത്. അകത്തുള്ള 3 വാതിലുകളുടെയും ഇപ്പോൾ വിഗ്രഹങ്ങളില്ലാത്ത 2 മാടങ്ങളുടെയും ലേഔട്ട് സൂചിപ്പിക്കുന്നതിന് ഈ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം സ്മാർത്ത ഹിന്ദു പാരമ്പര്യത്തിൽ കാണപ്പെടുന്ന പഞ്ചയാതന പൂജാ വാസ്തുവിദ്യ പ്രകാരമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വിടർന്നു വരുന്ന താമര ഇതളിൻ്റെ രൂപമാണ് ഈ സീലിംഗിൽ കാണുന്നത്. മണ്ഡപത്തിനുള്ളിൽ തന്നെ ഇതുപോലുള്ള 5ഓളം സീലിംഗുകൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. മണ്ഡപത്തിനുള്ളിലെ തൂണുകളിൽ 2 എണ്ണം ഒഴികെ ബാക്കി എല്ലാ തൂണുകളും ഒറ്റക്കല്ലിൽ തീർത്ത ഒരേ വണ്ണത്തിലും നീളത്തിലും നിർമ്മിച്ച തൂണുകളാണ്. കെട്ടുപിടഞ്ഞ കലത്തോടു കൂടിയുള്ള ആകൃതിയാണ് ഈ സീലിംഗിൽ കാണുന്നത്. നക്ഷത്രാകൃതിയിലുള്ള ഒരു തൂണാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെ 2 തൂണുകളാണ് ഇവിടെ ഉള്ളത്. 16 ചതുരങ്ങളോട് കൂടിയതാണ് മണ്ഡപത്തിൻ്റെ മേൽക്കൂര. ഇതിൽ 9 സഭാമണ്ഡപത്തിലും ബാക്കി 7 എണ്ണം കിഴക്കൻ പ്രവേശന കവാടത്തിനടുത്തുള്ളതുമാണ്. ഇവയിലെ ഓരോന്നിൻ്റെയും കൊത്തുപണികൾ വ്യത്യാസമാണ്. പ്രകൃതി രൂപങ്ങളും ദൈവങ്ങളുടെ ചിത്രവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സീലിംഗിൽ താമരപ്പൂവിൻ്റെ പ്രമേയം, താമര തുറക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ, അനന്തമായ കെട്ട്, നർത്തകർ, സംഗീതജ്ഞർ, വിവിധ രൂപങ്ങളിലുള്ള വിഷ്ണുവും ശിവനും നിൽക്കുന്ന പടയാളികൾ എന്നിവ ഉള്ള ചിത്രങ്ങളാണ് സീലിംഗിൽ കാണുന്നത്. ഇതാണ് തെക്കൻ ശ്രീകോവിൽ. ഭദ്രനും സുഭദ്രയുമാണ് ദ്വാരപാലകർ. കൃഷ്ണൻ്റെ വിഗ്രഹം 4.5 അടി ഉയരമുള്ളതാണ്. കൃഷ്ണൻ്റെ കാതുകൾ, മാലകൾ, കൈത്തണ്ടകൾ, വിരലുകൾ, വളകൾ, മോതിരങ്ങൾ, കാൽവിരലുകൾ, കണങ്കാലുകൾ, അരക്കെട്ട്, രത്നങ്ങൾ പതിപ്പിച്ച കിരീടം എന്നിവ ധരിച്ചിരിക്കുന്നു. കാലുകൾ കുറുകെ വെച്ചിരിക്കുന്നു. തല ചെറുതായി വളച്ച് 2 കൈകളാലും പുല്ലാങ്കുഴൽ വായിക്കുന്നു. കവാടത്തിന് മുകളിലുള്ള ലിൻഡലിൽ വേണുഗോപാലനെ ചിത്രീകരിച്ചിരിക്കുന്നു. 13-ാം നൂറ്റാണ്ടിലെ ലക്ഷ്മി നാരായണൻ സുഖാസന യോഗത്തിൽ ഇരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. മുകളിലെ കമാനത്തിൽ വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും കൊത്തിവെച്ചിരിക്കുന്നു. ശ്രീകോവിലിനുള്ളിൽ മനുഷ്യർ, പശുക്കൾ, ദേവന്മാർ, ദേവതമാർ തുടങ്ങി എല്ലാ ജീവജാലങ്ങളും ദിവ്യ സംഗീതത്തിൽ മുഴുകിയിരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. ചില രൂപങ്ങൾ സംഗീതം കേൾക്കാൻ ഓടുന്നതായി കാണാം. പ്രധാന ശ്രീകോവിലായ വടക്കൻ ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. മേലാപ്പിൽ ലക്ഷ്മീനാരായണനെയും ഇരിക്കുന്ന ലക്ഷ്മിയെയും യോഗ ചെയ്യുന്ന യോഗാനാരായണനെയും ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന കാണാം. ക്ഷേത്രത്തിനുള്ളിൽ 3 ശ്രീകോവിലുകളാണുള്ളത്. 1-ാമത്തെ കോവിലിൽ ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്ന ഭാവത്തിലും 2-ാമത്തെ കോവിലിൽ വേണുഗോപാല ഭാവത്തിലും 3-ാമത്തെ കോവിലിൽ ജനാർദ്ദനന്റെ രൂപത്തിലും ഭഗവാനെ കാണുന്നു. ക്ഷേത്രത്തിൻ്റെ അതിമനോഹരമായ കൊത്തുപണികളെല്ലാം കണ്ട് ഞങ്ങൾ ക്ഷേത്രം ചുറ്റി നടന്നു. അപ്പോൾ കണ്ട ഒരു ചെറിയ കോവിലാണിത്. ഈ ക്ഷേത്രത്തിലെ ഓരോ തൂണും എടുത്തു പറയത്തക്ക വിധം ഓരോ മൈന്യൂട്ട് ഡിസൈനിലാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ അവിടെ ചെന്ന് കാണുമ്പോഴേ മനസ്സിലാവുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇതുപോലൊരു യാത്ര ഇതുപോലുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്കതൊരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത്. ഈ 2 തൂണുകളാണ് ഈ ക്ഷേത്രത്തിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള തൂണുകൾ. ഈ തൂണുകളിൽ വളരെ മൈന്യൂട്ടായി ത്രികോണാകൃതിയിലുള്ള രൂപങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് വെട്ടം കിട്ടാനായി ധാരാളം ഹോൾസ് ഉള്ളതായി നമുക്ക് കാണാം. പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ഹോളുകൾക്ക് ഡയമണ്ട് ഷേപ്പും എന്നാൽ അകത്തുനിന്ന് നോക്കുമ്പോൾ സ്ക്വയർ ഷേപ്പുമായാണ് നമ്മൾ ഈ സ്ക്വയറുകളെ കാണുന്നത്. അത്ഭുതകരമായ ഈ നിർമ്മിതി നിങ്ങളും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്.
ഒറ്റക്കല്ലിൽ തീർത്ത കെട്ടുപണഞ്ഞു കിടക്കുന്ന താമരക്കൂമ്പാണ് ഈ കാണുന്നത്. ആരാണോ ഇങ്ങനത്തെ നിർമ്മിതികളൊക്കെ കൊത്തിവെക്കാൻ? ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ നാദം കേൾക്കുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ. ഇതെല്ലാം ഒരു അതിമനോഹരമായ അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്ക് തന്നത്. രണ്ടാമത്തെ ശ്രീകോവിലിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കോവിലിനുള്ളിൽ 6 അടി വലിപ്പമുള്ള ജനാർദ്ദനന്റെ വിഗ്രഹം കാണാം. സർവാഭരണ വിഭൂഷിതനായ വിഗ്രഹമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ചെറിയ കൊത്തുപണികൾ വരെ മനോഹരമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. 1.5 അടി ഉയരമുള്ള ഗരുഡപീഠത്തിന് മുകളിലായാണ് ജനാർദ്ദനന്റെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വിഗ്രഹത്തിന്റെയും അടുത്ത് വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. പ്രവേശന കവാടത്തിനടുത്ത് ഞാൻ കയറിയിരുന്നത് പോലുള്ള 2 ശ്രീകോവിലുകളും കൂടാതെ അകത്ത് ജനാർദ്ദന വിഗ്രഹത്തിന് ഇരുവശത്തായും 2 ചെറിയ ശ്രീകോവിലുകൾ ഉണ്ട്. ചെറിയ കോവിലിനകത്തുള്ള വിഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ വികൃതമായ രൂപത്തിലൊക്കെയാണ് കാണുന്നത്. ഇതാണ് 3-ാം കോവിലിനകത്തെ കേശവ വിഗ്രഹം. പടിഞ്ഞാറൻ ശ്രീകോവിലാണ് ഈ കാണുന്നത്. ഇതും ഒരു ഗരുഡപീഠത്തിന് മുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഗരുഡപീഠത്തിന് 1.5 അടിയും വിഗ്രഹത്തിന് 4.5 അടിയുമാണ് ഉയരം വരുന്നത്. ഈ ശ്രീകോവിലിനുള്ളിലെയും മുകൾ ഭാഗത്തെ സീലിംഗിൽ ധാരാളം കൊത്തുപണികൾ കൊത്തിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. അതീവ മനോഹരവും അസാധ്യവുമായ കൊത്തുപണികളാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനന്തശേഷനിൽ ഇരിക്കുന്ന വൈകുണ്ഠ നാരായണനെയാണ് ഈ കാണുന്നത്. ചുവരിൽ കൽവിളക്കുകളും കാണാം. ഈ കൽവിളക്കുകളാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രകാശം നൽകിയിരുന്നത്. മുകളിലുള്ള ലിൻഡലിൽ നിൽക്കുന്ന കേശവനെയും മേലാപ്പിൽ ഗജലക്ഷ്മിയെയും കാണാം. യോഗാസനത്തിലുള്ള വിഷ്ണുരൂപമാണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓരോ കൊത്തുപണികളും ഒന്നിനൊന്ന് മനോഹരമാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഓരോ കൊത്തുപണികളും വളരെ മനോഹരമായി കാണാം. നവരംഗത്തിന്റെ മേൽക്കൂരയിൽ ഇതുപോലുള്ള 16 ചതുരങ്ങൾ കാണാം. ഇതിൽ 9 എണ്ണം സഭാമണ്ഡലത്തിലും ബാക്കി 7 എണ്ണം കിഴക്കൻ പ്രവേശന കവാടത്തിന് മുകളിലുള്ള സീലിംഗിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വിഗ്രഹത്തിലേതുപോലെ തന്നെ അവയിലെയും കൊത്തുപണികൾ വളരെ മനോഹരമാണ്. ഞങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് ഇരുന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ സ്വദേശികളും വിദേശികളുമായ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഇരിപ്പിടത്തിലും മറ്റും ഇരുന്ന് ധാരാളം ഫോട്ടോയും മറ്റും എടുക്കാറുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ കണ്ട് ആസ്വദിച്ച് നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ എല്ലാം തന്നെ ഒറ്റക്കല്ലിൽ കിട്ടും. കൂടാതെ ആ വാതിലിലെ കൊത്തുപണികളും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ക്ഷേത്രത്തിന്റെ പുറം ഭാഗം കാണാനുള്ള ഒരുക്കത്തിലേക്ക് വരികയാണ്. ഹൊയ്സാല രാജ്യത്തിലെ രാജാക്കന്മാർ അവരുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിർമ്മിച്ച ഏകദേശം 1500 ഹിന്ദുമതത്തിന്റെയും ജൈനമതത്തിന്റെയും ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കേശവ ക്ഷേത്രം. പേലൂരിലും ഹാലേബിഡിലും ഇതുപോലെ 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതും ഞങ്ങൾ പോയി കണ്ടു. ആ ക്ഷേത്രങ്ങളുടെ വീഡിയോയും പുറകെ വരുന്നതാണ്. അത് കിട്ടാനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ക്ഷേത്ര ചുവരിലെ കൊത്തുപണികൾ ശ്രദ്ധിക്കുക. ഹൊയ്സാല രാജ്യങ്ങളിലെ മുസ്ലിം ആക്രമണത്തിൽ നിന്ന്
കേശവ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു. 1311 അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറലായിരുന്ന മാലിക് കഫൂർ ആണ് ആദ്യമായി ക്ഷേത്ര ആക്രമണം നടത്തിയത്. 1326 മുഹമ്മദ് ബിൻ തുഗ്ലക് ക്ഷേത്രത്തിന്റെ അവശേഷിച്ച ഘടനകൾ കൂടെ നശിപ്പിച്ചു. ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ വിജയനഗര രാജാക്കന്മാരും പിന്നീട് മൈസൂരിലെ വോഡയാർമാരും ചേർന്ന് പുനർനിർമ്മിച്ചു. പ്രധാന ക്ഷേത്രത്തിന്റെ പുറംഭിത്തിയിൽ പ്രദക്ഷിണ വേദിക്ക് മുകളിൽ കൊത്തിയെടുത്ത സമാന്തര തിരശ്ചീല ബാൻഡുകൾ അടങ്ങിയിരിക്കുന്നു. ഇതിനു ബേസ്മെന്റ് ബാൻഡ്, വാൾ ബാൻഡ്, മുകളിലെ ബാൻഡ് എന്നിങ്ങനെ 3 പ്രധാന ഭാഗങ്ങളുണ്ട്. ബേസ്മെന്റ് വിഭാഗത്തിലെ ഏറ്റവും താഴ്ന്ന ബാൻഡിന് ഏകദേശം 6 ഇഞ്ച് ഉയരമുണ്ട്. ഭക്തൻ നടക്കേണ്ട ഘടികാര ദിശയിൽ ഇടതുവശത്തേക്ക് മാർച്ച് ചെയ്യുന്ന ആനകളുടെ ഒരു നിരയാണ് ഈ കാണുന്നത്. ആനകൾ പരസ്പരം കൃത്യമായ പകർപ്പിലല്ല, മറിച്ച് വ്യത്യസ്തമായ പ്രകൃതിഭാവങ്ങളും ആനകളുടെ കളിയും കാണിക്കുന്നു. ആനകൾക്ക് മുകളിലുള്ള ബാൻഡ് സായുധ സവാരിക്കാരുള്ള കുതിരകളാണ്. ഇത് ഒരു സൈനികന്റെ മാർച്ചിനെ ചിത്രീകരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ കുതിരകൾക്ക് പകരം ഹൊയ്സാലർ ഒട്ടകങ്ങളെ അവരുടെ സൈന്യത്തിൽ സ്വീകരിച്ചിരുന്നതായി സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഉള്ളത്. 3 ശ്രീകോവിലുകളിൽ ഓരോന്നിനും മുകളിൽ 16 കോണുകളുള്ള നക്ഷത്രാകൃതിയിലുള്ള ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള ഗോപുരം ഉയർന്നു നിൽക്കുന്നു. ഉയർത്തിയ പ്ലാറ്റ്ഫോം പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും വിശാലമായ നടത്തസ്ഥലത്തോടെ വട്ടമിട്ട് നിൽക്കുന്നു. ഇത് പ്രദക്ഷിണ പാതയാണ്. രാമായണം, മഹാഭാരതം, ഭാഗവത പുരാണ ഇതിഹാസ കഥകൾ ശരിയായ ക്രമത്തിൽ ചിത്രീകരിച്ച് വായിക്കുന്നതിനായി ഘടികാര ദിശയിൽ നടക്കണം. പ്ലാറ്റ്ഫോമിന്റെ കിഴക്കുഭാഗം ചതുരാകൃതിയിലാണ്. അതേസമയം താഴെയുള്ള സ്ഥലം കൂർത്ത നക്ഷത്ര ഗോപുരത്തിന്റെ ആകൃതിയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിന്റെ ഓരോ വശത്തും 9 നക്ഷത്ര പോയിന്റുകളും ഓരോ നക്ഷത്ര പോയിന്റിലും ഒരു കല്ലിൽ ആനയും നിന്നിരുന്നു. എന്നാൽ 15 ആനകളിൽ 11 എണ്ണം മാത്രമാണ് ആക്രമണങ്ങളിൽ നിന്ന് അതിജീവിച്ചത്. ആകെ 29 നക്ഷത്രവശങ്ങൾ ഉണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കണ്ടെത്തിയ തകർന്ന കഷ്ണങ്ങളിൽ 7 എണ്ണം ക്ഷേത്രത്തിന്റെ പരിസരത്ത് സൂക്ഷിച്ചിരുന്നു. സോമനാഥപുരത്തിലെ കേശവ ക്ഷേത്രം ഹിന്ദുമതത്തിലെ വൈഷ്ണവ പാരമ്പര്യത്തിന്റെ ഒരു ക്ഷേത്രമാണ്. കൂടാതെ 13-ാം നൂറ്റാണ്ടിലും അതിനു മുമ്പോ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കൂടാതെ AD 1117 ബേലൂരിലും നിർമ്മിച്ച നിരവധി കേശവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. തൂണുകളുള്ള മുറ്റത്തെ ഇടനാഴികയിലെ ചെറിയ ക്ഷേത്രങ്ങളുടെ വടക്കും തെക്കും നിരയിൽ 18 ഒറ്റ ശ്രീകോവിലുകളും ഒരു ഇരട്ട ശ്രീകോവിലുമുണ്ട്. ബന്ധിപ്പിച്ച ഇരട്ട ശ്രീകോവിലിലെ മുറ്റത്തിന്റെ വടക്കു പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറും കോണുകളായാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ നിരയിൽ 14 ചെറിയ ശ്രീകോവിലുകളും കിഴക്കൻ നിരയിൽ 8 ഒറ്റ ചെറിയ ശ്രീകോവിലുകളും 2 ഇരട്ട ശ്രീകോവിലുകളും അടങ്ങിയിരിക്കുന്നു. ഈ അടഞ്ഞുകിടക്കുന്ന ഓരോ വാതിലിനുള്ളിലും പണ്ട് ശ്രീകോവിലുകളായിരുന്നു നിലനിന്നിരുന്നത്. മധ്യക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ഇടനാഴികയിലെ
ശ്രീകോവിലുകളിൽ ഒരിക്കൽ വേദപുരാണ ദേവതകളും തീർത്ഥാടകർക്കുള്ള മുറികളും ഉണ്ടായിരുന്നു. ചെറിയ ശ്രീകോവിലിനുള്ളിലെ പ്രതിമകൾ വികൃതമാക്കപ്പെട്ടു. അവയുടെ അവയവങ്ങൾ ഒടിഞ്ഞു വീഴുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. കണ്ടെടുത്ത ചില തകർന്ന കഷ്ണങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ ഒരു കൂമ്പാരമായി കിടക്കുന്നു. കയോത്സർഗ ഭാവത്തിലുള്ള ജൈന പ്രതിമകളും നിരവധി ഹിന്ദു പ്രതിമകളും ശേഖരത്തിൽ ഉൾപ്പെടുന്നു. തെക്കൻ ശ്രീകോവിലിന്റെ സീലിംഗിൽ ധാരാളം കൊത്തുപണികളുണ്ട്. കിഴക്കൻ ശ്രീകോവിലിന്റെ നിലയിൽ കേടുപാടുകളുടെയും പുനരുദ്ധാരണത്തിന്റെയും വലിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. മിക്ക ചെറിയ ആരാധനാലയങ്ങളിലും അവയുടെ അടിത്തറയുടെ അടയാളങ്ങൾ കാണിക്കുന്നില്ല. ഇതെല്ലാം സുൽത്താൻമാരുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. പഴയകാലത്തെയും പുതിയ കാലത്തെയും കന്നഡ ലിഖിതങ്ങളുള്ള വീരകല്ലാണ് ഈ കാണുന്നത്. ക്ഷേത്ര ചുവരിൽ നിരവധി ചെറിയ കന്നഡ ലിഖിതങ്ങൾ എഴുതിയിട്ടുണ്ട്. അവ മേസൺ ഗിൽഡുകളുടെ ലോഗോയോ അതോ സ്തംഭം അല്ലെങ്കിൽ ആ കലാസൃഷ്ടി കൊത്തിയ കലാകാരന്റെ പേരോ ആണ് കൊത്തിവെച്ചിരിക്കുന്നത്. രാമായണ കഥകളും ഹിന്ദു ദൈവങ്ങളുടെ ചിത്രവുമാണ് ഈ ചുമരിൽ കൊത്തിവെച്ചിരിക്കുന്നത്. കൂടാതെ 13-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെയും വാദ്യ ഉപകരണങ്ങളുടെയും ചിത്രം നമുക്ക് കാണാം. 500 രൂപ കൊടുത്താൽ ഇവിടെ ഗൈഡിനെ കിട്ടും. നിങ്ങൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായും ഒരു ഗൈഡിനെ എടുക്കേണ്ടതാണ്. ഞങ്ങൾ ഗൈഡിനെ എടുക്കാത്തതുകൊണ്ട് അത് ഞങ്ങൾക്കൊരു വലിയ നഷ്ടമുണ്ടാക്കി. ഈ ഭാഗത്ത് രാമായണ ചിത്രങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ കണ്ടെത്തിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കൂ. വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് നോക്കി ചിത്രങ്ങൾ കണ്ടെത്താനാകും. മനസ്സിലായവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അനന്തന്റെ മുകളിലിരിക്കുന്ന മഹാവിഷ്ണുവാണിത്. ഗണപതി നൃത്തം ചെയ്യുന്നു. സരസ്വതിയുടെ കയ്യിലെ വീണ ഒടിഞ്ഞുപോയിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കാണുന്നത് ഭാഗവത പുരാണത്തിലെ ദൈവങ്ങളാണ്. വ്യത്യസ്തമായ ചിത്രങ്ങൾക്കെല്ലാം ഞാനൊരു നമ്പർ നൽകിയിരിക്കുന്നുണ്ട്. ഉത്തരം കമൻറ്റ് ചെയ്യുന്നവർക്ക് എൻ്റെ വക ഒരു മുട്ടായി സമ്മാനം. ആഭരണ വിഭൂഷിതയായ ലക്ഷ്മി. 3-4 കമൻറ്റ് ചെയ്യുക. അഞ്ചും ആറും ചിത്രം എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് നരസിംഹ അവതാരമാണെന്ന് തോന്നുന്നു. ആനപ്പുറത്ത് വരുന്ന ഏതോ ഒരു ദേവനാണ്. ഇത് ഭദ്രകാളിയോ രാക്ഷസിയോ ആണ്. ഇത് നരസിംഹ അവതാരം. ഇനി അങ്ങോട്ട് മഹാഭാരത കഥകളാണ്. ഇതിൽ കാണുന്ന ആരെയും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചിത്രപ്പണികൾ കണ്ട് തീർക്കുന്നത് തന്നെ ഒരു അസാധ്യമായ കാര്യമാണ്. ആരാണോ ഇങ്ങനെയൊക്കെ കൊത്തിവെച്ചത്? അവരുടെ കഴിവൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഒറ്റക്കല്ലിൽ ഇങ്ങനെയൊക്കെ കൊത്തണമെങ്കിൽ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ചില മലയാളികളെ കണ്ടു. അവർ ഞങ്ങളോട് പറഞ്ഞു, ഹാലേബിടും ബേലൂരും ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഉണ്ട്.
അവിടെ ഇതിനേക്കാൾ ഭയങ്കര അതിമനോഹരമായ കൊത്തുപണികളാൽ സമൃദ്ധമാണെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതും കൂടെ കാണണ്ടേ. ഞങ്ങൾ നാളെ അത് കാണാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതാണ് കേട്ടോ. ഇവിടുന്ന് 200 കിലോമീറ്റർ അപ്പുറമാണ് ഈ 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. എന്നാലും ഞങ്ങൾ ആ ക്ഷേത്രങ്ങൾ കാണാനുള്ള ആകാംക്ഷ കാരണം ആ ക്ഷേത്രങ്ങൾ കാണാനായി പോയി. ശില്പകലകൾ കണ്ട് ഞങ്ങളുടെ കൊതിയും മതിയും എല്ലാം തീർന്ന് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചിറങ്ങി. അപ്പോൾ ബേലൂറിൻ്റെയും ഹാലബിഡിൻ്റെയും വീഡിയോ ഉടനടി തന്നെ വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കിട്ടാനായി എല്ലാവരും അമ്മണികൊണ്ടിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അങ്ങനെ സോമനാഥപുരം ക്ഷേത്രം കണ്ട് കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങുന്നു. ನೋಡಿಯಂತೆ नीचे से बता रही